മാത്യു കുഴലിൻ്റെ ഒരു ട്രിക്ക് കാണണേ. ബോസ് സതീശനെ പിന്തുണയ്ക്കാൻ ഒരു നൈസ് നമ്പറുമായി ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻട്രി ചെയ്തു. ഏത് പഴയ കുഴൽ തന്ത്രം തന്നെ. ആ PVC തന്ത്രം കൊണ്ടുവന്ന് ഇറക്കിയാൽ ഈ നാട്ടിലുള്ള മുഴുവൻ പേരും ചാക്കിനകത്താകുമെന്നാണ് കുഴലൻ ധരിച്ചിരിക്കുന്നത്. കുഴലിനെ ജയിപ്പിച്ചതേ അക്കിടി പറ്റിയെന്ന് ആ നാട്ടുകാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കുഴൽ അടുത്ത തവണത്തേക്ക് കൂടി താൻ മിടുക്കനാണ്, യോഗ്യനാണ്, അതിന് സതീശ തമ്പ്രാനെ പ്രസാദിപ്പിക്കാൻ തരൂരിനെ വന്ന് വിദഗ്ധമായി അങ്ങ് തള്ളിപ്പറഞ്ഞു. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളൊരു പൊതുവികസന കാഴ്ചപ്പാടിൽ കേരളത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള നിലപാട്. അപ്പൊ ഇതിനകത്തുള്ള എന്താണ്, നമ്മൾ നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന MLA അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതിനകത്തുള്ള ആർഗ്യുമെന്റ്സ് എങ്ങനെയായിരിക്കും കേരളത്തിന്റെ പൊതു പുരോഗതിക്ക്? അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പക്ഷെ പ്രതിപക്ഷം എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കേരളത്തിൽ ഒരു ചുക്ക് നടക്കുന്നില്ല, കേരളത്തിൽ അങ്ങനെയല്ല, ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കിലാണ്, അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ആണ് നടത്തുന്നത്. ഒരു നല്ലതാണ് പോസിറ്റീവായ ഡിബേറ്റ്. അതെ, ഞാൻ അതിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. നമ്മൾ ഇതുകൊണ്ടെല്ലാമായി നമ്മൾ നമ്പർ 1 ആയി എന്ന് പ്രചരിപ്പിച്ചാൽ